പിടിക്കാൻ ഓണക്കാല ചിലവിന് കേരളം വീണ്ടും കടമെടുക്കുന്നു. ഓണക്കാലത്ത് സർക്കാരിന് വരാൻ പോകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം എടുത്ത പൊതുവായ്പ 14,400 കോടി രൂപയായി ഉയരും. ഓണച്ചിലവുകൾ നേരിടാൻ കേരളം വീണ്ടും കടമെടുക്കുന്നു. 2,200 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ നിന്ന് കൂടി വായ്പയെടുക്കുന്നത്. കപ്പത്ര ലേലം ചൊവ്വാഴ്ച നടക്കും. ഇതോടെ UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം എടുത്ത പൊതുവായ്പ 14,400 കോടി രൂപയായി ഉയരും. ഓണക്കാലം മുന്നിൽ നിൽക്കെ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ബോണസ്, ഉത്സവ ഭത്ത എന്നിവയ്ക്കായി മാത്രം ഏകദേശം 10,000 കോടി രൂപയുടെ ചിലവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അധിക സാമ്പത്തിക ബാധ്യത നേരിടുന്നതിനാണ് 2,200 കോടി രൂപയുടെ പുതിയ വായ്പ. എന്നാൽ കടമെടുപ്പിന്റെ വേഗത തന്നെയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. അധികാരത്തിലെത്തി 3 മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് UDF സർക്കാരിന്റെ കടമെടുപ്പ് 14,400 കോടി രൂപ കടക്കുന്നത്. ആദ്യ 2 മാസം കൊണ്ട് 10,400 കോടി രൂപ സർക്കാർ പൊതുവിപണിയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. മെയ് 26-നായിരുന്നു പുതിയ സർക്കാർ ആദ്യമായി കടമെടുത്തത്. ഓണക്കാലത്തേക്കുള്ള പുതിയ വായ്പ കൂടി ഉൾപ്പെടെ ഇതുവരെ 6 തവണയാണ് സർക്കാർ കടമെടുത്തത്. ഡിസംബർ വരെ കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 23,000 കോടി രൂപയാണ്. അതിന്റെ പകുതിയിലേറെയും ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ശേഷിക്കുന്ന മാസങ്ങളിലെ സാമ്പത്തിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുമെന്നതും സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളിയാണ്. ഇതിനിടെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യം കേരളം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് പുതിയ വിലയിരുത്തൽ. പൊതുവിപണിയിലെ വായ്പയ്ക്ക് പുറമെ ട്രഷറി വഴി പണം സമാഹരിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ സെപ്റ്റംബർ 30 വരെ പ്രത്യേക നിക്ഷേപ സമാഹരണ പദ്ധതിയാണ് ട്രഷറിയിൽ ആരംഭിച്ചിരിക്കുന്നത്. 2 വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പലിശ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. പുതിയ നിക്ഷേപങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് 7.75%, മുതിർന്ന പൗരന്മാർക്ക് 8% പലിശ ലഭിക്കും. നിലവിൽ ഇത് 7.5%. സെപ്റ്റംബർ 30-ന് ശേഷം സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് പഴയ പലിശ നിരക്കായിരിക്കും ബാധകം. എന്നാൽ ട്രഷറി നിക്ഷേപത്തിലൂടെ ലഭിക്കുന്ന പണം ദീർഘകാല പരിഹാരമാകില്ല. നിശ്ചിത കാലയളവിന് അധികമായി സ്വീകരിക്കുന്ന നിക്ഷേപം സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കുകയും അടുത്ത വർഷത്തെ വായ്പാ പരിധിയിൽ അതിന് തുല്യമായ തുക കുറയ്ക്കുകയും ചെയ്യും. അതേസമയം കടമെടുപ്പിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിമർശനവും ശക്തമാവുകയാണ്. LDF ഭരണകാലത്ത് പൊതുകടം വർദ്ധിക്കുന്നതിനെതിരെ പ്രതിപക്ഷത്തായിരുന്ന UDF ശക്തമായ വിമർശനമാണ് അന്ന് ഉയർത്തിയത്. 10 വർഷത്തെ ഇടതുഭരണത്തിൽ സംസ്ഥാനത്തിന്റെ പൊതുകടം ക്രമാതീതമായി വർദ്ധിച്ചുവെന്നായിരുന്നു പ്രധാന ആരോപണം. അധികാരത്തിലെത്തിയതിനു പിന്നാലെ പുറത്തിറക്കിയ ധവളപത്രവും കടബാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക UDF പങ്കുവച്ചിരുന്നു. എന്നാൽ അധികാരത്തിലെത്തി 3 മാസം തികയുന്നതിനു മുൻപ് തന്നെ 14,400 കോടി രൂപയുടെ വായ്പയിലേക്ക് സർക്കാർ എത്തുമ്പോൾ കടമെടുപ്പിന്റെ കാര്യത്തിൽ മുൻ സർക്കാരിൽ നിന്ന് കാര്യമായ മാറ്റമുണ്ടായോ എന്ന ചോദ്യം ഉയരുകയാണ്. സർക്കാരിന്റെ വാദം സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ വായ്പ അനിവാര്യമെന്നാണ്. എന്നാൽ ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ തുടങ്ങിയ സ്ഥിരം ചിലവുകൾക്കായി വീണ്ടും വായ്പയെ ആശ്രയിക്കേണ്ട സാഹചര്യം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. പുതിയ 2,200 കോടി രൂപയുടെ വായ്പയോടെ കേരളത്തിന്റെ പൊതുകടത്തിന്റെ കണക്കുകൾ വീണ്ടും ഉയരുമ്പോൾ വരും മാസങ്ങളിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റും സർക്കാരിന്റെ കടമെടുപ്പ് നയവും വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്.